Good morning, everyone. You are with Advocate Amir Shah. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എന്തുകൊണ്ടാണ് അത് ഇൻട്രസ്റ്റിംഗ് ആയത് എന്ന് ഞാൻ ആദ്യം പറയാം. നിങ്ങൾക്കറിയാം, നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകൾക്കും ഒരു റിയൽ എസ്റ്റേറ്റ് അറ്റോർണി എന്ന നിലക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന സേവനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ പറയുന്ന ഓരോ ഫിഗേഴ്സും ഒരു പക്ഷേ 10 ലക്ഷമോ 20 ലക്ഷമോ 60 ലക്ഷമോ 1 കോടിയോ 2 കോടിയോ ഒക്കെ ആവാം. സോ ഡിഫറെന്റ് ഫിഗേഴ്സ് സംസാരിക്കുമ്പോൾ ആ ഓരോ ഫിഗേഴ്സും ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷേ പല ആളുകളും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് 1 കോടി രൂപ എൻ്റെ അടുത്ത് ഉണ്ടാക്കാനുള്ള സംവിധാനമില്ല. അതല്ല എങ്കിൽ എൻ്റെ അടുത്ത് ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ എങ്ങനെയാണ് സമ്പാദിക്കുക എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 80% 90% ആളുകളും നമ്മോട് ബന്ധപ്പെടാനും നമ്മളുമായി സഹകരിക്കാനും താല്പര്യമുണ്ട്. പക്ഷെ അവരുടെ മുമ്പിലുള്ള ഏക തടസ്സം എന്നത് they have no money. ഇവിടെയാണ് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതും അതിനുവേണ്ടി ഒരു ചെറിയ പ്ലാനിങ് പ്രോസസ്സ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നതും. ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്നതും ഒരു ലോയർ എന്നതും രണ്ടും 2 തലത്തിലാണെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് അറ്റോർണി, റിയൽ എസ്റ്റേറ്റ് ലോയർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ലോ മാത്രം സംസാരിച്ചാൽ പോരാ. എനിക്ക് ധാരാളം മണി മാറ്റേഴ്സ്, ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ബാങ്കിങ് റിലേറ്റഡ് വിഷയങ്ങൾ ഇതെല്ലാം സംസാരിക്കുകയും ഇത് നടപടിക്രമങ്ങളിലൂടെ കൊണ്ടുവരികയും നടപ്പിലാക്കി കാണിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം ഒരു റിയൽ എസ്റ്റേറ്റ് അറ്റോർണി എന്ന നിലക്ക് എന്നിലുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ മറ്റൊരു ഉത്തരവാദിത്തമാണ് താല്പര്യമുള്ള ആളുകളെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തുക എന്നത്. സോ ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു പ്ലാനിങ് സ്ട്രാറ്റജി ഏതൊരാൾക്കും ഫോളോ ചെയ്യാം. ഞാൻ പറയുന്നത് 10 വർഷം നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ ഐ ക്യാൻ മേക്ക് യു എ ക്രോർപതി. ആരാണ് ഈ ക്രോർപതി? 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ് ക്രോർപതി അല്ലെങ്കിൽ കോടിപതി എന്നല്ല നമുക്ക് പറയാം. അപ്പോ നമുക്ക് വളരെ മാന്യമായ രൂപത്തിലൂടെ നമ്മളുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മളെ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ 1 കോടി നേടാം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ 1 കോടി നേടുക എന്ന് പറയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന 1 കോടിയാണോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക, അതിലേറെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാല് മെക്കാനിസം എന്ന് പറയുന്നത് 1 കോടി എത്തുക എന്നുള്ളതാണ്. പക്ഷെ ഈ 10 വർഷം കൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന പ്രകാരം ഈ 1 കോടി രൂപയെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കുകയും അതുപോലെ തന്നെ ബാക്കി വരുന്ന തുക ഓരോ മാസവും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 1 കോടിയല്ല 10 വർഷം കഴിയുമുണ്ടാവുക. അത് അമേസിങ് ഫിഗർ ആയിട്ട്, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വലിയ ഫിഗർ ആയിട്ട് എനിക്കത് ഉണ്ടാക്കി കാണിക്കാൻ കഴിയും. ദാറ്റ് ഈസ് സംതിങ് വി വിൽ ഡു ലേറ്റർ. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു തരുന്ന ഒരു ഫിഗറിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ, അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഗുണങ്ങളും ഓരോ വർഷവും നിങ്ങളിൽ കാണുന്ന വളർച്ചയും 10 വർഷം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ എവിടെ എത്തിക്കുമെന്ന ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനവും ഞാൻ ഇവിടെ നൽകുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഉള്ള ഒരേ ഒരു ചോദ്യം, ആർ യു റെഡി ടു സ്പെൻഡ് യുവർ ടൈം? ആർ യു റെഡി ടു സ്പെൻഡ് യുവർ ടൈം ഫോർ യുവർ ഫാമിലി? ആർ യു റെഡി ടു സ്പെൻഡ് യുവർ ടൈം ഫോർ യുവർ പേഴ്സണൽ ഗ്രോത്ത്? ഇതിനെല്ലാം നിങ്ങൾ തയ്യാറാണ്, യെസ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ then now you have to continue this video. So ഞാൻ ചോദിക്കട്ടെ,
1 കോടി രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം. അതിൽ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യുമ്പോൾ, ഒരാൾക്ക് നിങ്ങളൊരു സേവനം കൊടുക്കുമ്പോൾ 1 രൂപ എടുക്കുകയാണെങ്കിൽ എത്രമാത്രം നിങ്ങൾ എഫേർട്സ് എടുക്കണം 10 വർഷം കൊണ്ട്. അതല്ല, ഒരു ബിസിനസ് നിങ്ങൾ 10 രൂപ പ്രോഫിറ്റ് എടുക്കുന്നെങ്കിൽ നിങ്ങൾ എത്ര എഫേർട്സ് എടുക്കണം? ഒരു ബിസിനസ്സിൽ നിങ്ങൾ 100 രൂപ പ്രോഫിറ്റ് എടുക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്ര എഫേർട്സ് എടുക്കണം? 1000 രൂപ ഓരോ ബിസിനസ്സും നിങ്ങൾ ലാഭം എടുക്കുന്ന ഒരു ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എത്ര ആളുകളെ നിങ്ങൾ കാണണം? 10,000 രൂപ ഓരോ ബിസിനസ്സും നിങ്ങൾ ലാഭം എടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ 10 വർഷം കൊണ്ട് എത്ര ആളുകളുമായി നിങ്ങൾ ബിസിനസ് ചെയ്യണം? 1,00,000 രൂപ നിങ്ങൾ ലാഭം എടുത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ 10 വർഷം കൊണ്ട് എത്ര ആളുകളുമായി നിങ്ങൾ ബിസിനസ് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ ഇന്നൊരു സ്ട്രാറ്റജി സംസാരിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാണ്. നിങ്ങൾക്ക് 1 രൂപ ലാഭം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ 10 വർഷം കൊണ്ട് 1 കോടി രൂപ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? 1 കോടി ആളുകളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യണം. അപ്പൊ അടുത്ത ചോദ്യം, ഈ 10 വർഷം കൊണ്ട് ഞാൻ 1 കോടി ആളുകളിലേക്ക് എത്തണമെങ്കിൽ 1 മാസം ഞാൻ എത്ര ആളുകളുമായി ബിസിനസ് ചെയ്യണം? ഞാൻ പറയുന്നു 19,231 പേരുമായി, അല്ലെങ്കിൽ റൗണ്ട് ഫിഗർ ആയിട്ട് നിങ്ങൾ 20,000 ആളുകളെ 1 മാസം നിങ്ങൾക്ക് കാണാനും ബിസിനസ് ചെയ്യാനും അവരിൽ നിന്നെല്ലാം വെറും 1 രൂപ മാത്രം ലാഭം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിഞ്ഞാൽ വെറും 19,231 എന്നൊരു നമ്പർ എത്തുമ്പോൾ, ഓരോ മാസവും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 10 വർഷം എന്ന് പറയുന്നത് 520 മാസങ്ങളാണ്. ഈ 520 മാസത്തിനുള്ളിൽ ഓരോ മാസവും നിങ്ങൾ 19,231 പേരെ കാണുകയും ഓരോ രൂപ നിങ്ങൾ ലാഭം എടുത്തു കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ 10,000 രൂപ എത്തിയിട്ടുണ്ടാവും. അത് ഒരു ലാഭം എടുക്കുന്ന ഒരു തുകയുടെ തുക മാത്രമാണ്. പക്ഷെ അത് നിങ്ങൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാനും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വീണ്ടും അതിന് നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് സംതിങ് കോൾഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അത് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഇത്രമാത്രം വലിയ ലാഭം 10 വർഷം കഴിഞ്ഞാൽ എനിക്കുണ്ടാവും. ഏത് സമയത്ത്, ഏത് മൊമെന്റിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കടക്കാൻ പറ്റും, എങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ലാഭം നേടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. ഇതാണ് 1 രൂപ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ഇതിൽ 1 രൂപ സ്ട്രാറ്റജിയിലേക്ക് വരാൻ പറ്റുന്ന ആളുകൾക്ക് ഞാൻ ഓൾറെഡി പ്ലാൻ പറഞ്ഞു തന്നു. എങ്ങനെയാണ്? എല്ലാ മാസവും 19,231 ആളെ നിങ്ങൾ കാണുകയും ഓരോ ആളിൽ നിന്നും 1 രൂപ ലാഭം എടുത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്ത് 10 വർഷം പോയാൽ 1 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. ലാഭം മാത്രം. അതിന്റെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം, നിങ്ങൾ നേടിയ ലാഭം ഓവർ ആൻഡ് അബവ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് വേറെയും ചേർത്ത് കഴിഞ്ഞാൽ that will make you extremely happy. Now the question is, are you ready to do 1 rupee profit business? Call me today and I will help you. You have to be with me for another 10 years. Now this is for 1 rupee business. Now the second option is, any business you do and you are taking 10 rupees profit in each business. നിങ്ങൾ ചെയ്യുന്ന ഓരോ ബിസിനസ്സിലും 10 രൂപ നിങ്ങൾ ലാഭം എടുക്കാൻ തയ്യാറായാൽ 10 വർഷം കൊണ്ട് നിങ്ങൾ എത്ര ആളെ കാണുന്നു, ഓരോ മാസത്തിലും നിങ്ങൾ എത്ര ആളെ കാണുന്നു, അത് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു തിയറിയാണ്. വെരി സിമ്പിൾ തിയറി.
10 വർഷം എന്ന് പറയുന്നത് 520 മാസങ്ങൾ ചേർന്നതാണ്. ഈ 520 മാസങ്ങളെ നമ്മൾ ഓരോ മാസത്തിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ എടുത്തുകൊണ്ട് നിങ്ങൾ 10 ലക്ഷം ആളുകളിലേക്ക് എത്തണം 10 വർഷം കൊണ്ട്. നേരത്തെ ഞാൻ 1 കോടി ആളുകളിലേക്കാണ് 1 രൂപ വെച്ച് പറഞ്ഞത് എങ്കിൽ 10 രൂപ എടുത്ത് നിങ്ങൾക്ക് 1 കോടി രൂപ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ 10 ലക്ഷം പേരിലേക്ക് 10 വർഷം കൊണ്ടെത്തണം. അങ്ങനെയാണ് എങ്കിൽ ഓരോ മാസവും നിങ്ങൾ എത്ര പേരിലേക്ക് എത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫിഗർ ഈസ് വെരി സിമ്പിൾ ആൻഡ് വെരി മിനിമം. 1923 പേരെ ഓരോ മാസവും നിങ്ങൾ കാണണം. എന്നിട്ട് അവർക്കെല്ലാം 10 രൂപ ലാഭം എടുത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യണം. എങ്ങനെ? ഓരോ മാസവും നിങ്ങൾ എന്ത് ചെയ്യണം? 1923 പേരിലേക്ക് നിങ്ങളുടെ സേവനം, നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ഉൽപ്പന്നം നിങ്ങൾ വിൽക്കണം. അതിൽ നിന്നെല്ലാം നിങ്ങൾ 10 രൂപ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഈ 1923 പേരെ 520 മാസം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന തുകയാണ് നിങ്ങൾ 1 കോടിയിലേക്ക് എത്തുന്നു എന്നത്. സോ നിങ്ങൾക്ക് വെറും 1923 പേരെ ഓരോ മാസവും കണ്ടുകൊണ്ട് 10 രൂപ മാത്രം പ്രോഫിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളെ എനിക്ക് ചേർത്ത് നിർത്താൻ പറ്റും 1 കോടി അല്ലെങ്കിൽ 1 കോടിപതി എന്ന പദ്ധതിയിലേക്ക് എനിക്ക് നിങ്ങളെ ചേർത്ത് നിർത്താൻ പറ്റും. Now the question is, are you ready to join with me today? And you will take only 10 rupee profit from each and every business. പല ചായക്കടകളിലും പല ജ്യൂസ് കടകളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു സർബത്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു സർബത്ത് വിൽക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ മിനിമം പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ തട്ടുകടട്ട് ഒരു ജ്യൂസ് കട മാത്രം ഇട്ടുകൊണ്ട് നിങ്ങൾ ഓരോ മാസവും 1923 പേർക്ക് ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ലാഭം നിങ്ങൾക്ക് എത്താൻ പറ്റും? സോ ഇവിടെയാണ് അതിന്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് മൈ ഫ്രണ്ട്സ്. നിങ്ങൾ റെഡിയാണ് എങ്കിൽ ഓരോ മാസവും 1923 പേരിലേക്ക് മിനിമം നിങ്ങൾക്ക് സേവനം നൽകാൻ കഴിയുമെങ്കിൽ ഓരോ സേവനത്തിൽ നിങ്ങൾക്ക് 10 രൂപ പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ 10 വർഷം കൊണ്ട് 1 കോടിപതിയാവും. Call me today and I will give you the strategies. I will give you the business models according to your profile. ഈ 10 രൂപ നിങ്ങൾ ഏത് ബിസിനസ്സിലൂടെ എടുക്കണമെന്നും എവിടൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവഴിക്കണമെന്നും എത്രമാത്രം എഫേർട്സ് നിങ്ങൾ എടുക്കണമെന്നും ഓരോ ആളുകൾക്കും നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് ഞാൻ പറഞ്ഞു തരും. സോ സെക്കൻഡ് ഓപ്ഷൻ, the people who will do business with 10 rupees profit in every business. Call me today. We will discuss and I will make you that you will become a crorepati in 10 years. Now the third option. 1 രൂപ കഴിഞ്ഞു, 10 രൂപ കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓരോ ബിസിനസ്സിലും നമ്മൾ എടുക്കാൻ പോകുന്നത് 100 രൂപ പ്രോഫിറ്റ് ആണ്. എത്രയോ ബിസിനസ്സുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. നിങ്ങൾക്ക് 100 രൂപ മിനിമം പ്രോഫിറ്റ് എടുക്കാവുന്ന എത്രയോ ബിസിനസ്സുകളുണ്ട്. അതുപോലെ ഒരു ബിസിനസ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയാൽ ഇതേ കണക്ക് പ്രകാരം 10 വർഷം എന്ന 520 മാസത്തിലേക്ക് ഞാൻ നിങ്ങളും നടന്നു പോകുമ്പോൾ വെറും 192 പേരെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഓരോ മാസവും 192 പേര് ഒരു മാസം നിങ്ങൾക്ക് 100 രൂപ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഓരോ 192 പേർക്കും ഓരോ മാസവും നിങ്ങൾ പ്രോഫിറ്റ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 520 മാസം കൊണ്ട് ഞാൻ നിങ്ങളും 1 കോടി എന്ന സംഖ്യയിലേക്ക് എടുക്കുകയും എനിക്ക് നിങ്ങളെ 1 കോടിപതിയാക്കി മാറ്റാൻ കഴിയും. Now the question is, നിങ്ങളുടെ പ്രൊഫൈൽ എന്താണെന്ന് തിരിച്ചറിയാം. ഞാനും നിങ്ങളും ഇരുന്ന് തീരുമാനിക്കുന്നു. ഓരോ മാസവും 192 പേരിലേക്ക് എത്താവുന്ന ഒരു ബിസിനസ് ഞാനും നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നു. നിങ്ങൾ ഓരോ മാസവും അത്രയും ആളുകൾ കാണുന്നുവെന്നും നിങ്ങൾ സേവനങ്ങൾ നൽകുന്നുവെന്നും ഞാൻ ഉറപ്പുവരുത്തും. അങ്ങനെ 10ാമത്തെ വർഷം 520 മാസമാവുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടാവുന്ന മിനിമം എത്രയെന്നും മാക്സിമം എത്രയെന്നും
നമുക്ക് കണക്ക് കൂട്ടി അവതരിപ്പിക്കാനും നിങ്ങളെ കൺവിൻസ് ചെയ്യാനും നിങ്ങളെ എൻ്റെ കൂടെ നിർത്താനും കഴിയും. നിങ്ങളെ ഞാൻ റിയൽ എസ്റ്റേറ്റ് വിപണിയിലേക്ക് കൊടുന്നുകൊണ്ട് നിങ്ങളെ കോടിപതിയല്ല അതിലേറെ വലിയ തുക സമ്പാദിച്ചുകൊണ്ട് നിങ്ങളെ വളർത്തിയെടുക്കാൻ എനിക്ക് കഴിയും. Now the question is, are you ready to call me today? Do the call. Make a call today itself, because I started a big campaign to make people crorepati, kodipati every day. This is a campaign. If you like it, you share this video to each and every friends and let everyone become a crorepati under the supervision, under the monitoring process of Advocate Amir Shah. Now, അടുത്ത ചോദ്യം, നമ്മൾ പോകുന്നത് 100 കഴിഞ്ഞു. ഓരോ ബിസിനസ്സിലും നമ്മൾ 1000 രൂപ എടുക്കുകയാണെങ്കിൽ എത്ര ആളെ നമ്മൾ കാണണം? വെറും 10 ലക്ഷം 10,000 പേരെ നമ്മൾ കണ്ടാൽ നമുക്ക് 1 കോടിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അടുത്ത ചോദ്യം, 1000 രൂപ മാത്രം ലാഭം എടുക്കുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ വെറും 19 പേരെ കണ്ടാൽ മതി. വെറും 19 പീപ്പിൾ, 19 പേരെ ഓരോ മാസവും നിങ്ങൾ കാണുകയും അവർക്കെല്ലാം നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനം നൽകിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 1000 രൂപ ലാഭം എടുത്തുകൊണ്ട് നിങ്ങൾ വെറും 19 മാസം ഓരോ ആളെ കണ്ടാൽ 520 മാസം കൊണ്ട് ഞാനും നിങ്ങളും 1 കോടിയിലേക്ക് എത്തും. എത്ര സിമ്പിളാണ് എൻ്റെ കണക്കുകൾ. ഈ കണക്കുകൾ പറയുന്ന എത്രമാത്രം സിമ്പിളാണോ അതിലേറെ സിമ്പിളാണ് നമ്മൾ സ്ട്രാറ്റജിയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ. ഇപ്പോ 1 രൂപന്റെ പറഞ്ഞു, 10 രൂപന്റെ പറഞ്ഞു, പിന്നെ 100 രൂപയുടെ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എന്താ പറയുന്നത്, 1000 രൂപയാണ് പറഞ്ഞു. 1000 രൂപ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ മാസം നമ്മൾ വെറും 19 ആള് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം ഒരാളെ പോലും കാണേണ്ട ആവശ്യമില്ല. 30 ദിവസം ഒരു മാസത്തെ ഉണ്ട് എങ്കിൽ ആ ഓരോ മാസവും 1.5 ആളെ കാണാൻ ശ്രമിച്ചാൽ, നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിച്ചാൽ 1000 രൂപ എടുത്തുകൊണ്ട് നിങ്ങളുടെ സേവനം വിൽക്കാൻ കഴിഞ്ഞാൽ മാസത്തിൽ വെറും 19 ആളെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ആൻഡ് ഐ വിൽ മേക്ക് യു ക്രോർപതി. ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആൻഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇൻ ഫൈനാൻസ്. ഇനി അടുത്ത ചോദ്യം, നമ്മൾ 1 ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഓരോ ബിസിനസ്സും നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് എനിക്ക് 1 കോടിയിലേക്ക് എത്തണമെങ്കിൽ ഒരു മാസം ഞാൻ എത്ര ആളുകളുമായി ബിസിനസ് നടത്തണം? വെരി സിമ്പിൾ. നമുക്ക് 520 മാസമുണ്ട്. ഒരു മാസത്തിൽ വെറും 2 ആളുകളുമായി നിങ്ങൾ ബിസിനസ് നടത്തുകയും ആ ബിസിനസ്സിൽ എല്ലാം തന്നെ നിങ്ങൾ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജി നിങ്ങൾക്കുണ്ട് എങ്കിൽ 10 വർഷം കൊണ്ട് ഓരോ മാസവും 2 ആളെ മാത്രം സേവിച്ചുകൊണ്ട് നിങ്ങൾക്ക് 10 വർഷം കൊണ്ട് 1 കോടി രൂപ എന്ന സംഖ്യയിലേക്ക് എത്താൻ പറ്റും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ 1 ലക്ഷത്തിൻ്റെതാണ് എങ്കിൽ എന്ത് പറഞ്ഞു, ഒന്നുകൂടി ഞാൻ ബ്രേക്ക് ചെയ്തു തരാം. 1 രൂപയാണെങ്കിൽ 1 കോടി ആളെ നിങ്ങൾ കാണണം. 10 രൂപയാണെങ്കിൽ 10 ലക്ഷം ആളുകളെ നിങ്ങൾ കാണണം. അതുപോലെ 100 രൂപയാണ് എങ്കിൽ 1 ലക്ഷം ആളുകളെ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ 1000 രൂപയാണെങ്കിൽ 10,000 പേരെ നിങ്ങൾ കാണണം ടോട്ടൽ. അതുപോലെ 10,000 രൂപയാണെങ്കിൽ 1000 ആളുകളെ നിങ്ങൾ കാണണം. ഇനി അത് 1 ലക്ഷം രൂപയാണ് എങ്കിൽ വെറും 100 പേരെ നിങ്ങൾ 10 വർഷം കൊണ്ട് കണ്ടാൽ മതി. 1 ലക്ഷം രൂപ നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ്, 10 വർഷം കൊണ്ട് നിങ്ങൾ 100 ആൾക്ക് ബിസിനസ് ചെയ്താൽ മതി. അതായത് ഹാർഡ്ലി 0.2%. 520 മാസം നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് വെറും 0.2% എന്ന് പറഞ്ഞാല് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ 1-2 മാസം കൂടുമ്പോ നിങ്ങളൊരു ബിസിനസ് ആണ്. Now
എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ബിസിനസ് മോഡലിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിന്റെ ചാർട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ചാർട്ട് പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളത് 520 മാസം എന്ന ഒരു മാസക്കണക്കാണ്. അതിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ 1 കോടി ആളുകളിലേക്ക് എത്തുമ്പോൾ ഒരു മാസം ഞാൻ എത്ര ആളെ കാണണം? 19,234 ആളെ കാണണം. അതുപോലെ 10 രൂപ ലാഭം എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ 1923 പേരെ കാണും. അതുപോലെ തന്നെ 100 രൂപ എടുക്കുകയാണെങ്കിൽ നമ്മൾ 100,000 പേരെ ടോട്ടൽ കാണണം. മാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 192 പേരെ കണ്ടാൽ മതി. ഇനി നമ്മൾ 1000 രൂപ എടുക്കുകയാണെങ്കിൽ നമുക്ക് 10,000 ആളുകളെ ടോട്ടൽ കാണണം. അതിന് ഒരു മാസത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വെറും 19 പേരെ കണ്ടാൽ മതി. ഇനി 10,000 രൂപ എടുത്തുകൊണ്ട് നമ്മൾ 1 കോടിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ടോട്ടൽ 1000 പേരെ കാണണം. അങ്ങനെയാണ് എങ്കിൽ ഓരോ മാസവും നിങ്ങൾ വെറും 2 പേരുമായി ബിസിനസ് നടത്തിയാൽ നമുക്ക് 1 കോടിയിലേക്ക് എത്താം. ഇനി നിങ്ങൾ ഓരോ ബിസിനസ്സിലും 1,00,000 രൂപ ലാഭമെടുക്കുന്ന ബിസിനസ്സാണ് ചെയ്യുന്നത് എങ്കിൽ 2-3 മാസം കൂടുമ്പോൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് വെറും 100 ആളുകളെ മാത്രം സേവിച്ചുകൊണ്ട് നമുക്ക് 1 കോടിയിലേക്ക് എത്താൻ പറ്റും. ഇപ്പോ ഈ ഒരു കണക്കുകൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ കേൾക്കുമ്പോൾ വളരെ ഈസിയാണ്. പക്ഷേ 100 ആളുകൾ എന്നോട് വന്നാണ്ട് പറയാണ് ഞാൻ ഇതിൽ ഇന്ന സ്ട്രാറ്റജി എടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈല്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ജോഗ്രഫി, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ്സുകൾ, ഇതെല്ലാം ഞാനും നിങ്ങളും ഇരുന്നു കൊണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു സ്ട്രാറ്റജി റൈറ്റിംഗ് നിങ്ങൾക്ക് തരും. ആ സ്ട്രാറ്റജി പ്രകാരം എല്ലാ മാസവും നിങ്ങൾ ബിസിനസ് ചെയ്യുകയും എല്ലാ മാസവും ഞാനുമായി ബന്ധപ്പെടുകയും നമ്മൾ സംസാരിക്കുകയും നിങ്ങളുടെ ഒരു ഗ്രോത്ത് ചാർട്ട് എൻ്റെ കയ്യിലുണ്ടാവും. അങ്ങനെ നമ്മൾ വളരുകയും വരുന്ന സംഖ്യകളെ വീണ്ടും നിക്ഷേപം നടത്തിക്കൊണ്ട് ഞാനും നിങ്ങളും ഒരേ സമയം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ 10 വർഷം കൊണ്ട് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് സ്ട്രാറ്റജിയിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ മുന്നോട്ട് പോകും. അവിടെയാണ് ഞാനും നിങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ കാണുന്ന മിറാക്കിൾ നമ്മൾ കാണാൻ പോകുന്നത്. സോ മൈ ഫ്രണ്ട്, ദിസ് ഈസ് എ പ്രോമിസ് and the great support you are getting from Advocate Amir Shah. You can utilize my experience. I am not just a lawyer. I am a lawyer. I am a psychologist. I am an economist. I am a public administrator. എൻ്റെ ഓരോ ഡിഗ്രികളും മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. I have a degree for MA with public administration. I have a degree with MA with economics. I have a degree with MSW counseling. I have a degree with MSc psychology, and I have a law degree, master's degree in law with LLM, criminology and security law. So ഇതെല്ലാം ഞാൻ പറയുന്നത്, this is all my learnings, this is all my experience, and I am sure I can guide each and every one of you. നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. നമ്മുടെ ഓരോ ആളുകളുടെ ജീവിതത്തിലും ഓരോ സമയത്ത് ഓരോ നിമിഷത്തിലും നമ്മളെ തൊട്ട് തലോടിക്കൊണ്ട് ഭാഗ്യം കടന്നു പോകും. ഏത് കാറ്റിലൂടെയാണ് ആ ഭാഗ്യം എന്നെ തലോടിപ്പോയത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദിസ് ഈസ് ദ ലക്ക് ടച്ചിങ് യു ആൻഡ് ഗോയിങ് ഫോർവേഡ്. You have to catch this video. You have to call me at this moment and tell me that I have seen your video. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു. How can I be a part of your mentorship? How can I grow with your support? Call me today and I guarantee you 100% success. This is a promise. So my friends, I am signing off. After watching this entire video, give me a call. We'll work together, we will grow together, and I will make sure that you will win the future, and I will make you crorepati
in 10 years' time. Thank you very much.